ഹേ ഗൈസ്, വെൽക്കം ടു 5 മിനിറ്റ്സ് റിവ്യൂ. 5 മിനിറ്റിൽ ഒരു സിനിമയെ പറ്റി പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് 1 റിലീസായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ്. ഞാൻ ഇന്ന് മെയ് 2 സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയെ പറ്റിയുള്ള അഭിപ്രായമാണ് ഞാൻ 5 മിനിറ്റിൽ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഗായ്സ്, അപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ നിവിൻ പോളിയാണ് സിനിമയിലെ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രമോഷൻ വീഡിയോയും ഫസ്റ്റ് സോങ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് വളരെ നോർമലായൊരു ഫാമിലി എൻ്റർടൈനർ ഫീൽ ഗുഡ് മൂവിയാണെന്നാണ്. ബട്ട് സിനിമയുടെ ഒരു ടീസർ സിനിമ ഇറങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ കണ്ട് ഇറങ്ങി. അതിലാണ് സിനിമയുടെ മൊത്തം കഥ എന്താണെന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടിയത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഫാമിലിക്ക് കാണാൻ പറ്റിയ അത്ര നല്ല മൂവിയല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയത്. സിനിമയുടെ ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 30% കോമഡി, 5% ലവ്. മൊത്തം സിനിമയെ പറ്റി പ്രെഡിക്റ്റ് ചെയ്തിരുന്ന പോലെ ഇതായിരുന്നെങ്കിൽ ഒരു 30% കോമഡിയും 5% ലവും, പിന്നെ ബാക്കി ശതമാനം ഒരു 50% പൊളിറ്റിക്സുമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. പലതരത്തിലുള്ള പൊളിറ്റിക്സ്, ഇപ്പോൾ ഹിന്ദു പാകിസ്ഥാൻ, ഇന്ത്യൻ പാകിസ്ഥാൻ പൊളിറ്റിക്സ്, പിന്നെ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള പൊളിറ്റിക്സ്, അങ്ങനത്തേത്, പിന്നെ കേരളത്തിൽ തന്നെയുള്ള കലാപങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. അപ്പോൾ കുറേയധികം ഭയങ്കരമായ മെസ്സേജസ്സാണ് ഈ ഒരു കൊച്ചു മലയാള സിനിമയിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ റൈറ്ററായാലും ഇതൊക്കെ ആയാലും അതൊക്കെ വർക്കായി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്കായി. പലയിടത്തും സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് നെഗറ്റീവ് ഒരു എബോവ് ആവറേജ് ഒക്കെ റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒപ്പം വന്നവർക്കും ഈ സിനിമ അധികം വല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എനിക്ക് അത്യാവശ്യം കണക്റ്റായ പോലെയാണ് ഈ സിനിമ തോന്നിയത്. ഒരുവിധ ക്യാരക്ടേഴ്സിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ച മഞ്ജു പിള്ള എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ റോള്. അടിപൊളിയായിട്ട് ഇപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള ക്യാരക്ടേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് സൈഡിൽ വന്ന റോൾസ് ചെയ്തവരൊക്കെ അവരുടെ റോള് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു പിള്ള ആയിക്കോട്ടെ, സലീം കുമാർ ആയിക്കോട്ടെ, പിന്നെ ഒരു അറബി ഉണ്ട്. അതിനെ സ്പോയിലറിലേക്ക് വരുമ്പോൾ ഇനി പറയാം. അറബി ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അറബിയല്ല, പാകിസ്ഥാനി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് സമയം ഇതൊക്കെ ഉണ്ട്, നിങ്ങളെപ്പോഴും തിയേറ്ററിൽ സിനിമ കാണാൻ വിടുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നൊരു നല്ല മെസ്സേജുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. അത് എത്രത്തോളം കണക്റ്റ് ആവുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്പോയിലർ റിവ്യൂയിലോട്ട് പോകാം. ഗൈസ്, സ്പോയിലർ റിവ്യൂയിലോട്ട് സ്വാഗതം. പടം കാണാത്തവർ തുടർന്ന് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. പടത്തെപ്പറ്റി സ്പോയിലർ പറയുകയാണെങ്കിൽ വിലയും കൂലിയില്ലാതെ നടക്കുന്ന ഗോപി ഇതായിട്ടാണ് തുടക്കത്തിൽ പടം തുടങ്ങുന്നത് തന്നെ. പിന്നെ പടത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് വളരെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത പോലെയൊക്കെയാണ് കഥ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആദ്യം വെറുതെ രാഷ്ട്രീയം കളിച്ചെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പിന്നെ പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ വന്ന് ഒരു കുപ്പിയേറുണ്ടായി ഒരു കലാപം സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഗൾഫിൽ പോകുന്നു, പിന്നെ ഗൾഫിലത്തെ കഥ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പാകിസ്ഥാനി ആടുജീവിതമൊക്കെ ആയിട്ടൊരു ബന്ധം തോന്നി. മിക്ക സിനിമകളിലെ പോലെ ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ഒരു റെഫറൻസ്, ഒരു സ്പൂഫ് പോലെ തോന്നി. പിന്നെ ഇപ്പോൾ പ്രേമലൂലൊക്കെ ഇറങ്ങിയ പോലെ ബെസ്റ്റി അങ്ങനത്തെ സംഭവം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ സിനിമകൾ ഈ അടുത്ത് കണ്ടതൊക്കെ കൂടി മിക്സ് ആക്കിയ പോലത്തെ ഒരു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് പിന്നെ കോമഡി ഇതൊക്കെ ആയിട്ട് പോയെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ കഥ പോകുന്നത് ഇന്ത്യൻ പാകിസ്ഥാനി സൗഹൃദം, പിക്കറ്റ് 43 കണ്ട പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ മോളുടെ എഡ്യൂക്കേഷൻ, മലാല യൂസഫ് അലി ആ ഒരു സംഭവം പിടിച്ച്, പിന്നെ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ബുക്കൊക്കെ കൊടുത്ത് ഇതാണ്. പിന്നെ ഗോപി ആളാകാൻ മാറി, നല്ലവനായി ഉണ്ണിയായി, അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റ് പിടിക്കുമ്പോൾ ഭൂരിഭാഗം പേർക്കൊരു ക്രിഞ്ച്, ആ സിനിമയിൽ തന്നെ പറയുന്ന ഒരു ക്രിഞ്ച് അടിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ബട്ട് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേയൊക്കെ മെസ്സേജുകൾ നമ്മൾ കുറേ അടുത്ത് വർക്കായെങ്കിലും കുറേ അനാവശ്യ സീനുകൾ സിനിമയിലുള്ളതായിട്ട് എനിക്കും എൻ്റെ കൂടെ വന്നവർക്കും തോന്നി. അതൊക്കെ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ ഈ സിനിമ അടിപൊളിയാണ്. പിന്നെ അനാവശ്യമായിട്ടൊരു പ്രേമം വന്നു. പിന്നെ ജെക്സ് ബിജോ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ ഓക്കെ
മട്ടിലുള്ളൊരു പാട്ടുകളാണ്. സോ നിങ്ങൾക്ക് ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതുവരെ ബൈ. 5 മിനിറ്റായി പോവാണ്. ഓക്കെ ഗൈസ്, എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് നേരം വൈകി. ഷൈൻ ടോം ചാക്കോൻ്റെയും ഡയറക്ടറിൻ്റെയും റോൾസ് അടിപൊളിയായി. എസ്പെഷ്യലി ഷൈൻ ടോം ചാക്കോൻ്റെ റോള് കിടിലനായിട്ട് കളി ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ സിനിമകൾ പോലെയല്ല. സോ ഇനി 5 മിനിറ്റ് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ബൈ ഫ്രം